അവളെവിടെ? അവളോ? ഏതവള്? മഹി, നിന്റെ കൂടെ ഈ റൂമിലുണ്ടായിരുന്നവള്. അവൾ എവിടെന്നാ ചോദിച്ചത്? ഏട്ടത്തിന്റെ മുറിയിൽ ആകെയുള്ളൊരു സ്ത്രീ ഏട്ടത്തിയല്ലേ? വേറെ ഏത് സ്ത്രീയാണ് ഇവിടെ ഉള്ളത്? നീ എന്നൊന്നും മനസ്സിലാക്ക്. നീ ഉദ്ദേശിക്കുന്ന പോലെ നല്ല കാര്യങ്ങള്. ഇറങ്ങി പോവാനാ പറഞ്ഞത്. ഇവിടെ ഇപ്പോ ദക്ഷയുടെ വീട്ടുകാരും ഉണ്ട്. ഇന്ന് നിങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ ദിവസം. ഞാനൊന്ന് ഒച്ച വെച്ച എല്ലാവരും ഓടി വരും. നിങ്ങൾ അവരുടെ മുന്നിൽ മോശക്കാരനാവുകയും ചെയ്യും. അതുകൊണ്ട് ദയവ് ചെയ്തൊന്ന് ഇറങ്ങിപ്പോ. എന്താ പോകുന്നില്ലേ? കതക് തുറക്കാൻ പറ്റുന്നില്ല. ഡോറ് പുറത്തുനിന്നാരോ ലോക്ക് ചെയ്തിരിക്കാൻ തോന്നുന്നു. എന്റെ ഈശ്വര, ഇനി ആരെങ്കിലും വേണോന്ന് കരുതി പൂട്ടിയതാണോ? വേഗം ചവിട്ടി തുറന്നെങ്കിലും ഒന്ന് പുറത്തേക്ക് പോ. ചിന്നു, വാതിൽ തുറക്കുന്നില്ല. എന്റെ ഈശ്വര, ഇതാരോ മനഃപൂർവ്വം ചെയ്തതാ എന്നെ ചതിക്കാൻ. ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. വാതിൽ തുറന്നൊന്ന് പോവാൻ നോക്ക്. തീർന്നു, എല്ലാം തീർന്നു. അതെ, അകത്ത് കിടക്കുന്ന ആ കള്ളി ചിന്നു പുറത്തു പോവാതിരിക്കാനേ ഞാൻ ദേ പുറത്തുനിന്ന് വാതിൽ പൂട്ടിയിരിക്ക. അതേതായാലും നന്നായി. വാതിൽ തുറക്ക. എന്ന് രണ്ടിലൊന്ന് അറിയണം. എന്നിട്ട് മതി മറ്റെന്തും. അയ്യോ, എന്നെ ഇങ്ങനെ നാണം കിടത്തി കൊല്ലാനാണോ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്? ഇതിലും ഭേദം എന്നെ കഴുത്ത് ഞെരിച്ച് കൊന്നൂടായിരുന്നു നിങ്ങൾക്ക്. വാ വാ.
അവളെവിടെ? അവളോ? ഏതവള്? മഹി, നിന്റെ കൂടെ ഈ റൂമിലുണ്ടായിരുന്നവള്. അവൾ എവിടെന്നാ ചോദിച്ചത്? ഏട്ടത്തിന്റെ മുറിയിൽ ആകെയുള്ളൊരു സ്ത്രീ ഏട്ടത്തിയല്ലേ? വേറെ ഏത് സ്ത്രീയാണ് ഇവിടെ ഉള്ളത്? ഏട്ടനോടൊപ്പം വേറെ ഏതെങ്കിലും സ്ത്രീ ഇവിടെ താമസിക്കുന്നുണ്ടോ? മഹി, ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എന്നെ കുറിച്ച് അനാവശ്യം പറയാം, അപ്പൊ ആർക്കും ഒരു ദണ്ണമില്ല. ഈ ഏട്ടനെ കുറിച്ച് പറഞ്ഞപ്പോ പൊള്ളുന്നുണ്ടല്ലേ? ചിന്നു എവിടെ? അവൾ അമ്മയുടെ ജോലിക്കാരിയല്ലേ? അവളെവിടെ ഉണ്ടെന്ന് അമ്മയ്ക്കല്ലേ അറിയാവൂ? അല്ലെങ്കിൽ ചന്ദ്രാമയോട് ചോദിക്കണം, ചന്ദ്രാമയ്ക്കറിയായിരിക്കും. ദക്ഷ എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. വേറെ ആരെക്കുറിച്ചും ഇവിടെ വിളിച്ചു പറയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ശരി, നീ ഇപ്പൊ എന്റെ റൂമിലോട്ട് എന്തിനാ വന്നത്? ഏട്ടത്തിക്കറിയാലോ, ഏട്ടനല്ലേ പറഞ്ഞത് ഞാൻ ഫാമിലി ബിസിനസിന്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തണമെന്ന്. ബിസിനസിനെ കുറിച്ച് ഏട്ടനോട് സംസാരിക്കണമെങ്കിൽ ഞാൻ ഈ മുറിയിലേക്ക് തന്നെയല്ലേ വേണ്ടത്. ചേട്ടനെ കാണാൻ ഞാനിവിടെ വന്നു. അപ്പോ ആരോ മുറി പുറത്തുനിന്ന് പൂട്ടി. അതാരാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അതാരാണെങ്കിലും എന്റെ കൈ കിട്ടിയ അടിച്ച് കരണം ഞാൻ പൊളിച്ചേനെ. മഹിയും ചിന്നും എന്റെ റൂമിലോട്ട് കയറുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്നിട്ട് ചിന്നു എവിടെ? ആ, നിങ്ങൾ ഈ മുറി മുഴുവൻ നോക്കിക്കോ, ഞാൻ ഇവിടെ എവിടെയെങ്കിലും അറിയിക്കാം. നിങ്ങൾ ഇവിടെ എന്നോടൊപ്പം ചിന്നു ഉണ്ടായിരുന്നെന്ന് കണ്ടുപിടിച്ചാ നിങ്ങൾ വിധിക്കുന്ന എന്ത് ശിക്ഷയും ഞാൻ ഏറ്റോളാം. എന്തു പറയുന്നു? പരിശോധിക്കുന്നോ? പരിശോധിക്കണം. ഈ റൂം ഫുള്ള് എനിക്ക് പരിശോധിക്കണം. അവളെ ഇവിടെ തന്നെയുണ്ട്, എനിക്ക് ഉറപ്പാ. മോളെ മാറ്. മതി, ഇനിയെങ്കിൽ ഈ തരം താഴ്ന്ന പരിപാടിയൊന്ന് അവസാനിപ്പിക്കേ. വീട്ടിൽ ഗസ്റ്റ് ഉള്ളപ്പോഴാണ് ഇങ്ങനെയുള്ള വൃത്തികേടുകൾ. ഒരു സംസ്കാരം വേണ്ടേ? ദക്ഷ നമ്മുടെ വീട്ടിൽ മരുമകളായി വരാൻ പോകുന്ന കുട്ടിയാ. അവളുടെ മുന്നിൽ വെച്ച് തന്നെ വേണോ ഈ നാടകവും ബാലയും കൂത്തും ഒക്കെ? കഷ്ടമുണ്ട് ഐശ്വര്യ, ഒരിക്കലും ഇത്രയും ചീപ്പാകരുത്. പക്ഷേ ലക്ഷ്മി ഇത്ര തറപ്പിച്ച് പറയുമ്പോ രമേ, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഞാൻ പലതും ക്ഷമിക്കും, സഹിക്കും. പക്ഷേ എന്റെ വീട്ടിലേക്ക് വന്ന ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്റെ കുടുംബത്തിന്റെ അഭിമാനം വെച്ച് പന്താടിയ അത് ഞാൻ സഹിക്കില്ല.